ഓ എന്താ ഒരു ഡിമാൻഡ്. എനിക്ക് വേണ്ടിയല്ല, ഈ ഫോണിന് വേണ്ടി. കാരണം താഴെ കമൻറ്റ് ബോക്സിൽ എന്തോരം ചോദ്യങ്ങളാണ് വരുന്നത്. അതായത് ബ്രോ എന്നാണ് iQOO Neo 10R വരുന്നത്, 11-ാം തീയതി അല്ലേ ലോഞ്ച്, ബ്രോ എന്തുകൊണ്ട് ആ ഒരു ഈവെൻറ്റിന് പോയില്ല, ഫോൺ കിട്ടിയോ, എങ്ങനെയുണ്ട്, വീഡിയോ സമയത്തിന് വരുമോ അതോ ഇത്തവണയും ലേറ്റ് ആയിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലും ഇൻസ്റ്റാഗ്രാമിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈവെൻറ്റിൽ പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ആ സമയത്ത് ദുബായിലായിരുന്നു. ഓക്കെ, ഫോൺ കിട്ടി, ഞാൻ ടെസ്റ്റ് ചെയ്തു, ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ സമയത്തിന് വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ഫോൺ ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്ത് കയ്യിലെടുത്തപ്പോൾ തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി. അതായത് ആപ്പിൾ, സാംസങ്, ഗൂഗിൾ, OnePlus പോലെ ഇപ്പം iQOOനും ഒരു ട്രേഡ് മാർക്ക് ഡിസൈൻ ഉണ്ടെന്ന് തോന്നുന്നു. കണ്ടില്ലേ ഈ ഒരു ക്യാമറ മോഡ്യൂൾ. ഇതിന് മുമ്പ് iQOO 12, iQOO 13, അതിനുശേഷം iQOO Z9S Pro, ഇപ്പോഴായി iQOO Neo 10Rലും സെയിം ഷേപ്പിലുള്ള ക്യാമറ മോഡ്യൂളാണ് വന്നിരിക്കുന്നത്. എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. വളരെ മിനിമലിസ്റ്റിക് ആൻഡ് ക്ലാസി ഡിസൈനിലാണ് വരുന്നത്. ഈ കാണുന്ന ബ്ലൂ ആൻഡ് ടൈറ്റാനിയം ആണ് രണ്ട് കളർ ഓപ്ഷൻസ്. ഫോണിന്റെ ബാക്കിൽ നല്ലൊരു മാറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഈ അഴുക്കും സ്പഞ്ചസ് ഒന്നും അത്രയും പെട്ടെന്ന് കാണാൻ കഴിയുന്നില്ല. പക്ഷേ ഇതിന്റെ ബാക്ക് ആണെങ്കിലും ഫ്രെയിം ആണെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെതാണ്. പിന്നെ ഈ ഫോൺ IP65 റേറ്റിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. ആ പ്രൈസിൽ ഈസിലി നമുക്ക് മെറ്റൽ ഫ്രെയിമുള്ള ഫോൺസ് കിട്ടും, ഗ്ലാസ് ബാക്ക് ഉള്ള ഫോൺസ് കിട്ടും. ഈവൻ IP റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ IP69 റേറ്റിംഗ് ഉള്ള ഫോൺസും ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഒരു ഫോണിലും ഇതിന്റെ ഉള്ളിലുള്ള ആ ഒരു സൂപ്പർ പവർഫുൾ ചിപ്സെറ്റ് വരുന്നില്ല. ഈ പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ബ്രാൻഡുകളുടെ ഈ പവർഫുൾ അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണിൽ നിന്ന് iQOO Neo 10Rനെ മാറ്റി നിർത്തുന്ന ഒരു ഘടകമുണ്ട്. നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ ഈ വീഡിയോയിൽ ആ ഒരു പോയിന്റ് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. ഒരു കാര്യം എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, 6400 mAh ഒരു മഹാ യമണ്ടൻ ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. യെസ്, 5000 എന്ന് പറയുമ്പോൾ നോർമൽ വലിയ ബാറ്ററിയാണ്. 6000 mAh എന്ന് പറയുമ്പോൾ യമണ്ടൻ ബാറ്ററി. 6000 mAhന്റെ മുകളിലേക്ക് പോയാൽ അത് മഹാ യമണ്ടൻ ബാറ്ററിയാണ്. ഓക്കെ, സോ എന്നിട്ടും ഇതാ കണ്ടില്ലേ, ഫോൺ അത്രയും ബൾക്കി ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര തിക്കായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്ലിം ഫോണാണ്. സൂപ്പർ സ്ലിം അല്ല, പക്ഷേ ബാറ്ററിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. സോ ഇത്രയും വലിയൊരു ബാറ്ററി ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. വളരെ നല്ല ബാറ്ററി ബാക്കപ്പ് ആണ് കിട്ടുന്നത്. ഓക്കെ, 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് ഈ ഫോൺ തരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ബോക്സിൽ 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജറും iQOO തരുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് തന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫോണിൽ SD കാർഡ് ഇടാൻ പറ്റില്ല. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ചുറ്റുമുള്ള ബെസൽസ് മിനിമം ആണ്. നോർമലി പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോൺസ് നോക്കുന്നവർ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് നോക്കുന്നത്. അതായത് കളിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കർവ്ഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്ലാറ്റ് ആണ് ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് എന്താണ് താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നല്ല ക്വാളിറ്റി ഉള്ള 10-bit AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. iQOO പറയുന്നതനുസരിച്ച് 144 Hz, അതായത് അപ് ടു 144 Hz വരെ ഈ ഒരു ഡിസ്പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രാങ്ക്ലി സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നോർമൽ യൂസിൽ 120 Hz കിട്ടുള്ളൂ. ചില ഗെയിമുകൾ, ഫോർ എക്സാമ്പിൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് ആണെങ്കിലും ബ്രോൾ സ്റ്റാർസ് ആണെങ്കിലും ഈ പറയുന്ന ഗെയിമുകളിൽ 144 Hz കിട്ടും. യൂട്യൂബ്, ആമസോൺ പ്രൈം, ഈവൻ നെറ്റ്ഫ്ലിക്സിലും നിങ്ങൾക്ക് HDR വീഡിയോസ് കാണാൻ പറ്റും. ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്. സ്കോട്ട് സെൻസേഷൻ അപ്പിന്റെ ആണ് ഗ്ലാസ് പ്രൊട്ടക്ഷൻ. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ആവുന്നത്. കണ്ടില്ലേ, നല്ല ബ്രൈറ്റ്നസ് ഉള്ള ഡിസ്പ്ലേ ആണ്. 4500 nitsൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. എന്നാൽ നമുക്ക് വേണ്ട ബ്രൈറ്റ്നസ് ആണ് HBM ബ്രൈറ്റ്നസ്. അതും നല്ലതാണ്. 1200 nitsൻ്റെതാണ് HBM ബ്രൈറ്റ്നസ്. സോ ഇൻഡോർ യൂസ് ആണെങ്കിലും ഔട്ട്ഡോർ യൂസ് ആണെങ്കിലും ഡിസ്പ്ലേ നല്ല ക്ലിയർലി കാണാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ PWM ഡിമ്മിങ്ങിന്റെ ഓപ്ഷൻ വരുന്നതുകൊണ്ട് ലോ ലൈറ്റിൽ ഡിസ്പ്ലേ യൂസ് ചെയ്താലും, അതായത് ലോ ബ്രൈറ്റ്നസ് ഇട്ട് ലോ ലൈറ്റിൽ യൂസ് ചെയ്താലും ഫ്ലിക്കറിംഗ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ BGMI ടെസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ 90 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ എക്സ്ട്രീം പ്ലസിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. എന്നാൽ നിങ്ങൾക്ക് കോൺസ്റ്റന്റ് ആയിട്ട് 90 FPS സപ്പോർട്ട് വേണമെങ്കിൽ അറിയാലോ, ഈ നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ വരുന്ന അൾട്രാ ഗെയിം മോഡ്, ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് 4D ഗെയിം വൈബ്രേഷൻ, സ്പോർട്സ് മോഡ്, വോയിസ് ചേഞ്ചർ, ബ്ലോക്ക് നോട്ടിഫിക്കേഷൻ, മോഷൻ കൺട്രോൾ, അറിയാലോ വൺ ഓഫ് ദ ബെസ്റ്റ് ഗെയിം മോഡ്സ് ആണ് iQOO പ്രൊവൈഡ് ചെയ്യുന്നത്. മേളിൽ കാണുന്ന ഈ പെർഫോമൻസ് പാനലിന് മേളിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ കണ്ടോ 3 മോഡ്സ് ഉണ്ട്: ബാറ്ററി സേവർ, ബാലൻസ് മോഡ് ആൻഡ് മോൺസ്റ്റർ. ഈ മോൺസ്റ്റർ മോഡ് സെലക്ട് ചെയ്തിട്ട് റിഫ്രഷ് റേറ്റ് ഹൈ ആക്കിയാൽ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂസ് വളരെ സ്മൂത്ത് ആയ രീതിയിൽ 90 FPS ഗെയിം പ്ലേ BGMI കിട്ടുന്നുണ്ട്. യെസ്, മോൺസ്റ്റർ മോഡ് എന്ന് പറയുമ്പോൾ മാക്സിമം പെർഫോമൻസ് ഉള്ള മോഡാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ബാറ്ററി കൺസംഷൻ ഉണ്ടാവും. പക്ഷേ 6400 mAhന്റെ ബാറ്ററി ഉണ്ട്. സോ ബാറ്ററി ഒരു ഇഷ്യൂ ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. സോ നിങ്ങളൊരു സീരിയസ് ഗെയിമർ അല്ലെങ്കിൽ പ്രോ ഗെയിമർ ഒക്കെ ആണെങ്കിൽ, അതായത് 2, 3, 4 മണിക്കൂർ അടുപ്പിച്ചിരുന്ന് കളിക്കാറുണ്ടെങ്കിൽ, അതായത് സ്മൂത്ത് ആയിട്ടുള്ള ഒരു 90 FPS ഗെയിം പ്ലേ വേണമെങ്കിൽ ഈ മോൺസ്റ്റർ മോഡ് പ്ലസ് ഹൈ സെറ്റിംഗ്സ് ആയിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ. ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലും ഇൻസ്റ്റാൾ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെയും നല്ല സ്റ്റേബിൾ
സ്റ്റേബിൾ 120 FPS കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നോർമൽ യൂസിനെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. സോ ആപ്പ് ഓപ്പണിംഗ്, ആപ്പ് ക്ലോസിംഗ്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുമ്പോഴും ഇതിൻ്റെ സോഫ്റ്റ്വെയറിൽ കൊടുത്തിരിക്കുന്ന ഫീച്ചേഴ്സ് ഉപയോഗിക്കുമ്പോഴും നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ഈ ഫോൺ തരുന്നത്. അതിനുള്ള കാരണമാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന പവർഫുൾ ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8S Gen 3 ചിപ്സെറ്റ്. ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും പവർഫുൾ ചിപ്സെറ്റും കൂടിയാണ്. ഇതാ കണ്ടില്ലേ, ഏകദേശം 15 ലക്ഷത്തിന് AnTuTu സ്കോറും കിട്ടുന്നുണ്ട്. ഈവൻ നല്ല ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റിയും കാണിക്കുന്നുണ്ട്. ആക്ച്വലി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ചിപ്സെറ്റിന് മുകളിൽ നല്ല സ്ട്രെസ് കൊടുക്കുന്ന ടെസ്റ്റ്, അതായത് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുന്ന ടെസ്റ്റാണ്. ഓക്കെ, ആ ടെസ്റ്റിലും 90% സ്റ്റെബിലിറ്റി ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, സോ വെരി ഗുഡ്. പിന്നെ നല്ല പവർഫുൾ ചിപ്സെറ്റ് ഉള്ളതുകൊണ്ട് ഗെയിമിംഗ് മാത്രമല്ല, ഈവൻ എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ് ആണെങ്കിലും അത് എക്സ്പോർട്ട് ചെയ്യുന്ന 4K എക്സ്പോർട്ട് ഒക്കെ ആണെങ്കിലും അത് നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്ത് കിട്ടും. 8GB 128GB, 8GB 256GB ആൻഡ് ഫൈനലി 12GB 256GB ആണ് 3 RAM സ്റ്റോറേജ് വേരിയന്റ്. ഇവിടെ എനിക്ക് 2 വളരെ പ്രധാനപ്പെട്ട കാര്യം ഷെയർ ചെയ്യണമെന്നുണ്ട്. ഫസ്റ്റ് ആണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സെക്കൻഡ് ആണ്, ഈ ഫോണിൻ്റെ 128GB വേരിയന്റിൽ UFS 3.1 സ്റ്റോറേജും 256GB സ്റ്റോറേജ് ഉള്ള മറ്റ് 2 വേരിയൻസിൽ UFS 4.1 സ്റ്റോറേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ തന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ സജഷൻ ആയിരിക്കും, നിങ്ങൾ പറ്റുമെങ്കിൽ ഓഫറൊക്കെ ചേർത്ത് നിങ്ങൾ ആ ഒരു 8GB 256GB വേരിയന്റ് വാങ്ങാൻ നോക്കുക. അതായിരിക്കും എൻ്റെ സജഷൻ. NFC-ക്ക് വേണ്ടിയുള്ള സപ്പോർട്ട് ഇവിടെ വരുന്നില്ല. അത് ചെറിയൊരു മിസ്സിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എന്നാൽ ലേറ്റസ്റ്റ് Android 15 ബേസ് ചെയ്തിട്ടുള്ള ലേറ്റസ്റ്റ് FunTouchOS 15 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. iQOO ഈ ഫോണിൻ്റെ കൂടെ 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റിൻ്റെ പ്രോമിസ് തരുന്നുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, iQOO ഫോൺസിൽ നോർമലി പ്രീ ഇൻസ്റ്റാൾ ആപ്ലിക്കേഷൻസും ബ്ലോട്ട്വെയർസും ഹോട്ട് ആപ്സും ഹോട്ട് ഗെയിംസ് ഒക്കെ വരാറുണ്ട്. എന്നാൽ ഈ ഫോണിൻ്റെ കേസിൽ അത് മാറ്റി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇതിലൊന്നും വരുന്നില്ല. അതായത് ഹോട്ട് ആപ്സും ഇല്ല, ഹോട്ട് ഗെയിംസും ഇല്ല. അനാവശ്യമായ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, ഈ ബബിൾ ഷൂട്ടറും പസൽ മേക്കറും പറഞ്ഞ ഗെയിംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ വരുന്നില്ല. യെസ്, ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, ഫോർ എക്സാമ്പിൾ സ്നാപ്ചാറ്റും ഫോൺ പേ, അതായത് നോർമലി ആളുകൾ ഉപയോഗിക്കുന്ന നെറ്റ്ഫ്ലിക്സും ലിങ്ക്ഡിൻ, സോ നോർമലി ആളുകൾ ഉപയോഗിക്കുന്ന ബ്ലോട്ട്വെയർസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിക്കാറില്ലെങ്കിൽ എടുത്ത് കളയാം. എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഈ ആപ്പ് സ്റ്റോർ ഉണ്ടല്ലോ, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസും പിന്നെ ഈ കാണുന്ന ബ്രൗസർ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻസും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുക. സർക്കിൾ ടു സെർച്ച് വരുന്നുണ്ട്, AI ഇറേസറുടെ ഫീച്ചർ ഉണ്ട്, ഇൻസ്റ്റന്റ് കട്ട് ഔട്ട്, അതായത് ഒരു ഫോട്ടോയിൽ നിന്ന് സബ്ജക്റ്റ് നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഗൂഗിൾ ജെമിനി വരുന്നുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ AI ഫീച്ചേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. ഇനിയാണ് ഞാൻ ഇൻട്രോയിൽ മെൻഷൻ ചെയ്ത ആ ഒരു പോയിന്റ്, അതായത് ഈ ഒരു ഫോണിന് മറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഫോണിൽ നിന്ന് മാറ്റി നിർത്തുന്ന പോയിന്റ്. അതാണ് ഈ ഫോണിന്റെ ക്യാമറ പെർഫോമൻസ്. ഈ ഫോണിന്റെ ക്യാമറ പെർഫോമൻസ് ഈ പ്രൈസിൽ ഏറ്റവും മികച്ചതാണ്, ഏറ്റവും മികച്ച ക്യാമറ സ്പെസിഫിക്കേഷൻസ് ആണ്, അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ ഞാൻ ഈ ഫോണിൽ കൊടുത്തിരിക്കുന്ന 50 മെഗാ പിക്സൽ ക്യാമറ വെച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു പെർഫോമൻസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ഗെയിമിംഗ് ഓറിയന്റഡ് ഫോണിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നല്ല ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. അതായത് വിവോ iQOO ഫോൺസിൽ കിട്ടുന്ന ആ ഒരു വാം കളർഫുൾ ഫോട്ടോസ് ഉണ്ടല്ലോ, പഞ്ചി കളേഴ്സ് ഉള്ള ഫോട്ടോസ്, ആ ഒരു പെർഫോമൻസ് ആണ് ഇവിടെയും കിട്ടുന്നത്. പോർട്രേറ്റ് മോഡിൽ 2x ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ടെലിഫോട്ടോ ക്യാമറ ഇല്ലാത്തത് കൊണ്ട് മെയിൻ ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. ഡീസന്റ് പോർട്രേറ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. ഞാൻ രണ്ടും സൈഡ് ബൈ സൈഡ് ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. എന്നാൽ അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് എനിക്ക് വളരെ ആവറേജ് ആയിട്ടാണ് തോന്നിയത്. അതായത് 8 മെഗാ പിക്സൽ ആണ് അൾട്രാവൈഡ് ക്യാമറ. സെൽഫി ക്യാമറയുടെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സെൽഫി ഫോട്ടോസ് ആണ് എടുത്തു തരുന്നത്. യെസ്, പോർട്രേറ്റ് സെൽഫി ഫോട്ടോസ് എടുക്കുമ്പോൾ, അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലർ ഉള്ള സെൽഫി ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫേസിൽ ചെറിയ രീതിയിലുള്ള സ്മൂത്തനിങ് ഒക്കെ അത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻ ക്യാമറ വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള 4K at 60 FPS വരെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതും സ്റ്റെബിലൈസേഷൻ ഉള്ള വീഡിയോസ് ആണ്, സോ കുലുക്കം കുറവായിരിക്കും. വീഡിയോസിൽ നല്ല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹ്യൂമൻ സബ്ജക്റ്റിന്റെ വീഡിയോ എടുക്കുമ്പോൾ മാത്രം സ്കിൻ ടോൺ കുറച്ചും കൂടി ബെറ്റർ ആക്കാം. അതായത് സ്കിന്നിന്റെ ടെക്സ്ചർ ഉണ്ടല്ലോ, അത് കുറച്ചും കൂടി പൊടിക്കും കൂടി ബെറ്റർ ആക്കാമെന്ന് എനിക്ക് തോന്നി. സെൽഫി ക്യാമറ വെച്ച് നമുക്ക് 4K 30 FPS വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. സെൽഫി വീഡിയോസ് നല്ലതാണ്, പക്ഷേ 4Kയിൽ നമുക്ക് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നില്ല. സ്റ്റഡി ഫേസിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ 1080p at 30 FPSൽ നമുക്ക് സ്റ്റേബിൾ സെൽഫി വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് നമുക്ക് ഇത്തരത്തിലുള്ള ബൊക്കെ വീഡിയോ അല്ലെങ്കിൽ പോർട്രേറ്റ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ iQOO ഇവിടെ തന്നിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് ഓഫർ പ്രൈസ്, അതായത് 8GB 128GB വേരിയന്റിന്റെ ഓഫർ പ്രൈസ് ആണ് 24,999 രൂപ. സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഗെയിമിംഗ് ഫോൺ അല്ലെങ്കിൽ നല്ലൊരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോൺ, അതിന്റെ കൂടെ നല്ലൊരു അബവ് ആവറേജ് ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു iQOO Neo 10R ചെക്ക്ഔട്ട് ചെയ്യാം. ബാക്കി ഈ ഫോണിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ബൈ.